ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻസും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും ബാജിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൂരി ഓരോന്നായിട്ട് ഇങ്ങനെ പ്രസ്സിൽ അമർത്തിയിട്ട് ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പൂരി ഞാൻ പരത്തലില്ല, ഇതുപോലെ പ്രസ്സിൽ അമർത്തിയിട്ട് തന്നെയാണ് ചുടാറ്. നല്ല അടിപൊളിയായിട്ട് തന്നെ വരും കേട്ടോ. ഒരേ തിക്നെസ്സിൽ നമ്മളിതുപോലെ ഇങ്ങനെ അമർത്തിയിട്ട് എടുത്താൽ മതി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും നമ്മൾ തലേന്ന് പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നല്ല ഈസി ആവും കേട്ടോ. കുറേ പണികൾ കുറഞ്ഞൊരു ഫീലാണ്. പെട്ടെന്ന് തന്നെ വന്ന് അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ. മറ്റേത് തീരെ ആലോചിക്കാതെ രാവിലെ അതിന് വേണ്ടിയിട്ട് സമയം കളയാൻ നിൽക്കരുത്. പിന്നെ അതാ ഞാൻ അതിൽക്കും വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ബാജി ഉണ്ടാക്കുകയാണ്. അതിനിതാ ഞാൻ അത് വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ച് ഒഴിവാക്കിയിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിക്കണേ. കടുക് നല്ലോണം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ ഉള്ളി സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കണം. പിന്നെ 3 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എരിവ് കുറഞ്ഞ മുളകാണെങ്കിൽ കുറച്ചധികം മുളക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാതും കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അതും കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ചിട്ട് ആ ഒരു ഉള്ളിയും അതൊക്കെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നു. ഇപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ 3 ഉരുളക്കിഴങ്ങ് കുക്കറിലൊരു 4 വിസിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിക്കണേ. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. കറി പോലെ വേണമല്ലോ. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ അത് നല്ലോണം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കറി നമുക്ക് എത്രയാണോ തിക്നെസ് വേണ്ടത് ആ ഒരു തിക്നെസ്സിലായിക്കണ്. ആ ഒരു സമയത്ത് അതിലേക്ക് ഒരു 1/2 വലിയ ഉള്ളി ചോപ്പ് ചെയ്തതും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചും കൂടി തിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് അത് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിക്കണേ. അപ്പോൾ ഇതാ അടിപൊളി ബാജിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ കുറച്ച് ചെടികളുടെ പരിപാടിയാണ് കേട്ടോ. കോട്ടിയാടിലുള്ള ഹാങ്ങിങ് ചെടിയിലൊക്കെ ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ കളർ മാറിയിട്ടിരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് കൊടുക്കുകയാണ്. പ്ലാന്റ്സുകളെ നമ്മൾ എപ്പോഴും ഇതുപോലെ ഒന്ന് നോക്കിയിട്ടില്ലെങ്കിൽ അതാകെ ഒരു കാണാനൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് നോക്കണം. ഇതുപോലെ ഉണങ്ങിയിട്ട് എന്തെങ്കിലും കിടക്കുന്നുണ്ടോ, അതിൻ്റെ എന്തെങ്കിലും വള്ളിയും കാര്യങ്ങളൊക്കെ അതിൽ ചിലപ്പോൾ ഉണങ്ങിയിട്ടോ അല്ലെങ്കിൽ ചീഞ്ഞിട്ടോ ഒക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ആ ചെടികളെ ഇടയ്ക്കൊന്ന് ഫ്രഷ് ആക്കി കൊടുക്കണം. അപ്പോഴാണ് ചെടികൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവുക. പിന്നെ ഈ ഒരു മണി പ്ലാന്റിൻ്റെ മുകളിൽ ചിലപ്പോൾ വേരുകൾ അങ്ങനെ നല്ലോണം വലുതായിട്ട് വരും. അപ്പോൾ ആ വേരുകളും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കും കേട്ടോ. ഇപ്പോൾ ബാക്കിയുള്ള ചെടികൾ എല്ലാതും ഇതുപോലെ യെല്ലോ ലീഫ് ഉള്ളതൊക്കെ ഒന്ന് എടുത്തിടുകയാണ്. അതുപോലെ ഈ അഗ്ലോണിമൻ്റെ പുറത്ത് അങ്ങനെ ഒരു മൊട്ട് പോലെ വരലുണ്ട്. അപ്പോൾ അതും നമ്മൾ എടുത്തിട്ട് കൊടുക്കണം. എന്നാലാണ് പുതിയ ലീഫും അത് നല്ല തിക്കായിട്ട് വളരുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഒരു മൊട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതാ ഈ ഒരു ചെടി അകത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് അതൊന്ന് തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു ഇലയും കാര്യങ്ങളൊക്കെ നമ്മൾ അകത്തേക്ക് വെക്കുമ്പോൾ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് തുടച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഒരു തുണി വെച്ചിട്ട് തുടച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ലീഫും കാര്യങ്ങളൊക്കെ നല്ലോണം തുടച്ച് കൊടുത്തു. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ എല്ലാം ഒരു പ്ലാസ്റ്റിക് പോലെയാണ് കേട്ടോ. ഇത് കലാത്തിയ എന്നുള്ള ചെടിയാണ്. ഇതിൻ്റെ ലീഫ് കണ്ടാലല്ലേ നല്ല പ്ലാസ്റ്റിക് പോലെ തോന്നും. നല്ല അടിപൊളി നല്ല കാണാൻ ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ. പക്ഷേ കുറച്ച് അധികം വെയിൽ കൊണ്ടാൽ അത് പെട്ടെന്ന് തന്നെ വാടിപ്പോവും ചെയ്യും. അതാണ് പ്രശ്നം. തീരെ അധികം വെയിൽ കൊള്ളാത്ത സ്ഥലത്താണ് അതിനെ വെക്കേണ്ടത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ വരും. പിന്നെ ഇതാ സിറ്റൗട്ടിൽ ഇട്ടിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിക്കണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ലീഫുകളൊക്കെ ഒന്ന് എടുത്തിട്ട് അതൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി കൊടുത്തു കേട്ടോ.
അപ്പോൾ ചെടികളെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ വന്ന് കിച്ചണ് കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ടു. ഇനിയിപ്പോൾ ലഞ്ച് ഉണ്ടാക്കാണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.